നിങ്ങളുടെ ലക്ഷ്യം ജീവിതത്തിലെ അല്ലെങ്കിൽ സോൾ പർപ്പസ്, നിങ്ങളുടെ ആത്മാവ് എന്തിനാണ് ഈ യൂണിവേഴ്സിലോട്ട് വന്നത് എന്നാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കാർഡ് എടുത്തു. അതേപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ സന്ദേശം. നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ്, ടോണാബോധിയിലേക്ക് സ്വാഗതം. വീഡിയോ ലൈക്ക് ചെയ്യുക, കാർഡുകൾ തിരിച്ചറിയുക. നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് ചോദിച്ചപ്പോൾ 3 ഓഫ് വാൺസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒതുങ്ങിക്കൂടിയിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. നിങ്ങൾ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ച് ബന്ധങ്ങൾ സ്ഥാപിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്തും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നതും കൂടിയാണ്. മറ്റുള്ളവർക്കൊരു ഉപദേശകനാകുക, അല്ലെങ്കിൽ സ്വയം വളർന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാവേണ്ട, ഒരു ലീഡർ ആകേണ്ട ഒരു പർപ്പസുമായിട്ട് ഈ ഭൂമിയിലോട്ട് വന്ന ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പിടിച്ച് അതുകൊണ്ട് വലിയ പ്രശ്നമാണ്, അത് മാറില്ല എന്നൊന്നും വിചാരിക്കാതെ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് മാറ്റിയെടുത്തതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ലൈറ്റ് ആവാനാണ് നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ്. അതാണ് നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. മറ്റുള്ളവർക്കൊരു ലൈറ്റായി മാറുക, ഒരു സോഷ്യൽ വർക്കർ ആവാൻ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, അല്ലെങ്കിൽ നന്മ ചെയ്യാൻ, അതാണ് നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ചോദിച്ചപ്പോൾ ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആരും അറിയല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരുപാട് സീക്രട്ട് കാര്യങ്ങൾ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യണു. അങ്ങനത്തെ സീക്രട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുക്കുക. നിങ്ങൾ സ്പിരിച്വൽ പേഴ്സൺ ആണ്, പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വലി ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻഡ്യൂഷൻസും അതേപോലെയുള്ള എന്താ പറയുക, നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പാകത്തിനൊരു വ്യക്തിയായി നിങ്ങൾ മാറും. നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ച്, ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നു, പക്ഷെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരുപാട് ഉപദേശമൊക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രചോദനം ആകാൻ തരത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്? സ്വയം ഒന്ന് ചോദിക്കുക. അപ്പോൾ സീക്രട്ടൊക്കെ മാറ്റിവെച്ച് യൂണിവേഴ്സിനോട് കൂടുതൽ ചേരുക, സമാധാനമായിട്ടിരിക്കുക. നമസ്കാരം, ടോണാബോധി. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക.